ന്യൂ ഇയർ ഫ്രണ്ട് ന്യൂ ഇയർ ഫ്രണ്ട് ന്യൂ ഇയർ ഫ്രണ്ട് ന്യൂ ഇയർ കഴിഞ്ഞ് രണ്ടാമത്തെ ദിവസമാണ് ഞങ്ങൾ ന്യൂ ഇയർ ഫ്രണ്ട്. കാരണം നമ്മളൊരു വെറൈറ്റി ആക്കണമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ന്യൂ ഇയർ ഫ്രണ്ടിനെ തിരഞ്ഞെടുത്തു. കാരണം 31-ാം തീയതിത്തെ ക്ഷീണം കൊണ്ട് 1-ാം തീയതി പലരും ഇറങ്ങി പോകാറുണ്ട്, ഞാനടക്കം. അതുകൊണ്ടാണ് നമ്മളൊരു ദിവസം മുന്നോട്ടിട്ടത്. നമ്മൾ ടീച്ചർ ഒരു ക്യാമ്പിൽ പങ്കെടുക്കാൻ വേണ്ടി പോയതുകൊണ്ട് ടീച്ചറൊന്നുമില്ല. പിന്നെ സ്ത്രീജനങ്ങളൊന്നും വളരെ കുറവായിരുന്നു. മാഷ് ആദ്യം തന്നെ ഗിഫ്റ്റ് കൊടുത്തു തുടങ്ങി. ഞങ്ങളുടെ മൂത്ത കാരണവരാണ് രവീന്ദ്ര മാഷും പിന്നെ ശ്രീകല. വിനീഷേട്ടൻ്റെ ലോട്ടിട്ട ആൾ ഇന്ന് ലീവായിരുന്നു, അതുകൊണ്ട് വിനീഷേട്ടൻ കയ്യിൽ തന്നെ പിടിച്ചു. പിന്നെ അടുത്തത് നമ്മൾ രാജീവ് മാഷ് എനിക്ക് തന്നെയാണ് ഗിഫ്റ്റ് തന്നത്. എനിക്ക് ഗിഫ്റ്റ് രാജീവ് മാഷ് കയ്യിൽ നിന്ന് കിട്ടി. ഞാൻ ബിദുൻ രാജിന് കൊടുത്തു. അങ്ങനെ കൊടുക്കൽ വാങ്ങലുകളും ഒരുപാട് കോമഡികളായിട്ടായിരുന്നു ഇന്നത്തെ ദിവസം പോയത്. അവൻ കാലെല്ലാം പിടിക്കുന്നുണ്ട് മാഷിൻ്റെ. ഗീതേച്ചിയും കാല് പിടിച്ചു, അവൻ പിടിച്ച് കണ്ടിട്ട്. പിന്നെ നമ്മൾ പ്രതീക്ഷിക്കാത്ത ആൾക്ക് ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ, അല്ല പ്രതീക്ഷിക്കാത്ത അടുത്തടുത്തുനിന്ന് ഗിഫ്റ്റ് കിട്ടുമ്പോൾ ഒരു എക്സൈറ്റ്മെൻ്റ് ആയിരിക്കും. കോമഡിയാണ്. കണ്ടോ ബിനുചേച്ചിയുടെ ചിരി കണ്ടോ? ഭയങ്കര ചിരിയാണ് ബിനുചേച്ചിക്ക്. ബിനുചേച്ചി കൊടുത്തൊരു ഇനി അടുത്തതാണ് കോമഡി. മൂപ്പര് ചുറ്റാൻ തുടങ്ങി. കൊല മുന്തിരി നരി ചുറ്റിവ തുടങ്ങി ചുറ്റി അവസാനം ഗീതേച്ചിക്ക് എന്നെ കൊടുത്തു. ഗീതേച്ചി ചിരിച്ച് മരിച്ചു, ഞങ്ങളെല്ലാവരും ചിരിച്ചു. പിന്നെ നമ്മുടെ മാഷ വക 5 സ്റ്റാർ ഉണ്ടായിരുന്നു. രാവിലെ തന്നെ മധുരമാണ്. മാഷ് 5 സ്റ്റാർ ഉണ്ടപ്പോൾ നമുക്ക് എല്ലാവർക്കും സന്തോഷമായി. ആ സന്തോഷം ഒന്നുകൂടി ഇരട്ടിപ്പിക്കാൻ വേണ്ടിയിട്ട് മഞ്ചുണ്ടായിരുന്നു വിനോദയുടെ വക. ഇനിയിപ്പം മധുരമല്ലേ, അതുകൊണ്ട് ഉഴുന്നുവട. ഇത് ബിദുൻ രാജിൻ്റെ വകയാണ് ഉഴുന്നുവട. അപ്പം ഉഴുന്നുവടയെല്ലാം ഞങ്ങൾ ഇങ്ങനെ കഴിച്ച് ഇതാണ് ഗിഫ്റ്റുകൾ, കിട്ടിയ ഗിഫ്റ്റുകൾ. ഇതൊക്കെ കഴിച്ചപ്പോൾ ഞങ്ങൾക്കൊരു ആഗ്രഹം, ഒന്ന് ചായ കുടിച്ചാലെന്താ. ഞങ്ങൾ നേരെ പോയി പുണ്യ ഹോട്ടലിലേക്ക് പോയി. അവിടുന്ന് ചായയും കുടിച്ചിട്ടാണ് ഞങ്ങളെല്ലാവരും പിരിഞ്ഞു പോയത് കേട്ടോ.